ുണ്ട് 3 സ്ത്രീകളെ കുട്ടമ്പുഴയിൽ കാണാതായിരുന്ന വാർത്ത നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. അവരെ കിട്ടി എന്നതാണ് അവരെക്കുറിച്ചുള്ള വിവരം ലഭ്യമായി എന്നാണ് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം. സ്ത്രീകൾ സുരക്ഷിതരാണ്, ഫോണിൽ സംസാരിച്ചു, തിരച്ചിൽ സംഘം അവരെ കണ്ടുമുട്ടി എന്നാണ് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം. സന്തോഷകരമായ ഒരു വാർത്തയാണ്. ഇന്നലെ മുതൽ കാണാതായവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ വളരെ ഊർജിതമായി നടക്കുകയാണ്. വനം പാലകരും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും പോലീസും ഒക്കെ അടങ്ങുന്ന സംഘം അവർക്കായി തെരച്ചിൽ നടത്തി. ഡ്രോൺ അടക്കമുള്ള സജ്ജീകരണങ്ങൾ ഉപയോഗിച്ചായിരുന്നു തെരച്ചിൽ. റിയ വിശേഷങ്ങളുമായി ചേരുന്നുണ്ട്. റിയ, ഒരുപാട് സന്തോഷം തോന്നുന്നു, ഒടുവിൽ അവരെ കണ്ടെത്തിയിരിക്കുന്നു. വിശദാംശങ്ങൾ എന്താണ്? ഹലോ റിയ, കേൾക്കുന്നുണ്ടോ? പേരെയും തെരച്ചിലിന് പോയ സംഘം കണ്ടെത്തിയെന്ന വിവരം പുറത്തു വരുന്നത്. ഇപ്പം ഈ പഞ്ചായത്ത് മെമ്പർ ജോഷി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഏറ്റവും പുതിയ വിവരം എന്താ? ഈ തെരച്ചിലിന് പോയ സംഘം ഇവരെ കണ്ടെത്തുകയായിരുന്നു. തെരച്ചിലിന് ഇന്നലെ രാത്രി പോയ സംഘമാണ്. അവർ ഇന്നലെ പുലർച്ചെ 3 മണിക്ക് അവിടെ കാട്ടാനയുടെ ഒരു ശല്യം കാരണം അവരൊരു പാറപ്പുറത്ത് കയറി ഇരിക്കുകയായിരുന്നു. അവരിന്ന് നേരം വെളുത്തപ്പോൾ അവർ വീണ്ടും സെർച്ചിന് ഇറങ്ങി. അപ്പോൾ നമ്മുടെ തന്നെ സ്വദേശിയായിട്ടുള്ള സാബു ഏറ്റവും ആദ്യം പോയതും അവർ തന്നെയാണ്. സാബുവിൻ്റെ കൂട്ടത്തിൽ അവരുടെ റിലേറ്റീവ്സും ഇവിടുത്തെ തദ്ദേശവാസികളായിട്ടുള്ള 8 പേരുണ്ടായിരുന്നു. ഒരു സംഘമായിട്ട് പോകുകയാണ്. സംഘം അതിനകത്ത് അവർ തദ്ദേശീയരായ ആളുകളാണ് മുഴുവൻ. അവരാണ് ആ പാറപ്പുറത്ത് സ്റ്റേ ചെയ്തതിന് ശേഷം രാവിലെ സെർച്ചിന് ഇറങ്ങി. അപ്പോൾ അറക്കമുത്തി എന്ന് പറയുന്ന ഒരു ഭാഗത്താണ് അവരെ കണ്ടെത്തിയിട്ടുള്ളത്. ഏകദേശം ഇവിടുന്ന് ഒരു 5 കിലോമീറ്റർ ദൂരത്താണ് അവരെ കണ്ടെത്തിയിട്ടുള്ളത്. അവർ സേഫ് ആണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഫോണിൽ കൂടിയാണ് അവർ നമ്മളെ വിവരം അറിയിച്ചത്. അവർ ഇങ്ങോട്ട് നമ്മുടെ ഈ ലൊക്കേഷനിലേക്ക് തിരിച്ച് നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സാബുവിനൊപ്പം ഈ 3 പേരും, മായ, പാർക്കുട്ടി, ഡാർലി 3 പേരും ഉണ്ടല്ലേ? സാബുവിന്റെ സംഘത്തിനൊപ്പം ഉണ്ട്. സാബുവിന്റെ സംഘത്തിനൊപ്പം 3 പേരുണ്ട്. സേഫാണ്. അവർ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അവരെന്താ പറഞ്ഞത്? കൂടുതൽ വിവരം എന്തെങ്കിലും പറഞ്ഞു? ഇവരെവിടെയായിരുന്നു, എങ്ങനെയായിരുന്നു കണ്ടെത്തിയെന്ന് എന്തെങ്കിലും സംസാരിച്ചിരുന്നു? ഇല്ല, അത് നമ്മൾ സംസാരിച്ചിട്ടില്ല. പക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവർ ഇന്നലെ ഈ വന്യമൃഗശല്യത്തിന്റെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അവർ നിന്ന സ്ഥലത്ത് സേഫ് സോണിലേക്ക് അവർ മാറിയിരുന്നിട്ടുണ്ടാവണം. ഇന്ന് പുലർച്ചെ ആയതിനു ശേഷം നമ്മുടെ സെർച്ചിങ് പാർട്ടി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും ഒച്ച വെച്ച് കൂവി വിളിച്ചാണല്ലോ പോവുക. അപ്പോൾ അവർ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ അവരെ കണ്ടെത്തിയിട്ടാണ് ഇപ്പോൾ നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത്. എത്ര ദൂരം ഏകദേശം അവരുണ്ടാവും? എത്ര ദൂരം അകലെയായിരുന്നു അവരുണ്ടായിരുന്നത്? അതേ പറഞ്ഞു, ഇവിടുന്ന് ഏകദേശം 5 കിലോമീറ്ററോളം ദൂരത്താണ് ഈ അറക്കമുത്തി എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഏകദേശം ഒരു 1/4 മണിക്കൂറിനുള്ളിൽ അവർ ഇവിടെ തിരിച്ച് നടന്നെത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും വലിയ ആശ്വാസകരമായ വാർത്തയാണല്ലേ? വളരെ സന്തോഷം. ഇതിനകത്ത് ഒരുപാട് പേര് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഡിപ്പാർട്ട്മെന്റ് മുഴുവൻ, സർക്കാർ സംവിധാനങ്ങളും അതുപോലെ തന്നെ ഇവിടെ തദ്ദേശീയവാസികൾ, മീഡിയ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് വളരെ സന്തോഷമുണ്ട്. ഞങ്ങൾക്ക് യാതൊരു അപകടവും കൂടാതെ 3 നമ്മുടെ ചേച്ചിമാരെ കിട്ടിയാൽ വളരെയധികം സന്തോഷം. അവരുടെ ഒരു ധൈര്യം കൂടി സമ്മതിക്കണല്ലേ? കാരണം ഇത്രയും വലിയ, അവർ പറഞ്ഞത് തന്നെ ആനക്കൂട്ടത്തിന്റെ നടുവിലാണ്, ഞങ്ങൾ ഇനി ഫോൺ വിളിക്കരുത്, പേടിയുണ്ടെന്നൊക്കെ സംസാരിച്ചു എന്ന് കേട്ടു. അപ്പൊ അവിടെ അവര് ധൈര്യത്തോടെ പിടിച്ച് ഈ രാത്രി മൊത്തം വെളുപ്പിക്കുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. അത് തീർച്ചയായിട്ടും അവർ ഈ ഫോറസ്റ്റിൽ കയറി പരിചയമുള്ള ആളുകളാണ്. അപ്പോൾ തന്നെ പ്രത്യേകിച്ചും ഈ വന്യമൃഗശല്യം നിങ്ങൾക്കറിയാലോ, നമ്മുടെ ഈ ബൗണ്ടറിയോട് ചേർന്നൊക്കെ വന്യമൃഗശല്യം വളരെയേറെ ഉണ്ട്. അവർ സ്ഥിരം തന്നെ ഈ ആനയുടെ ശല്യങ്ങളൊക്കെ അറിയുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഫോൺ ഇന്നലെ സ്വിച്ച് ഓഫ് ആയി പോവുകയാണ് ഉണ്ടായത്. അപ്പോൾ സ്വിച്ച് ഓഫ് ആയി പോയതിന് ശേഷം അവർ ഇരുട്ടുന്നതിന് മുമ്പ് ഏതെങ്കിലും ഒരു സേഫ് സോണിൽ ഇരുന്നിട്ടുണ്ടാവണം. അതിന് ശേഷം അവരിന്ന് പുലർച്ചെ വെട്ടം വീണിന് ശേഷമായിരിക്കണം അവർ ആ സ്ഥലത്തൊന്നും മാറിയിട്ടുണ്ടാവുള്ളൂ. എന്തായാലും ഒരു 4 കിലോമീറ്റർ അപ്പുറത്തേക്ക് എത്തിയെന്നാണല്ലേ സാബുവിന്റെ സംഘം പറയുന്നത്? അതെ, 4 കിലോമീറ്റർ ഏകദേശം ഇപ്പോൾ 4 കിലോമീറ്ററോളം അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. ഉടൻ തന്നെ 3 പേരെ നമുക്ക് കാണാൻ കഴിയും. ഉടൻ തന്നെ ലൈവായിട്ട് നമുക്ക് അവരെ ഇവിടെ കാണാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. 1/2 മണിക്കൂർ, മാക്സിമം 40 മിനിറ്റിനുള്ളിൽ ഇവിടെ എത്തേണ്ടതാണ്.